ഒറ്റ ചോദ്യം, ഡിപ്രഷൻ്റെ ഓപ്പോസിറ്റ് പദം എന്താണ്? എൻ്റെ സ്വന്തം അനുഭവങ്ങളിലൂടെ ഇങ്ങനെ കടന്നുപോയപ്പോൾ ഒരു മാത്രം വെറുതെ നനച്ചു പോയ ഒരു കാര്യം പറയണം എന്ന് തോന്നി. ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ പല കാരണങ്ങളുടെ പേരിൽ ഡിപ്രഷനിലേക്ക് വീണു പോകുമ്പോൾ അതിനകത്ത് വീണ് തകരാതിരിക്കാൻ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്കും ഗുണം ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ്രൂ സോളമൻ എന്ന എഴുത്തുകാരൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ദി ഓപ്പോസിറ്റ് ഓഫ് ഡിപ്രഷൻ ഈസ് നോട്ട് ഹാപ്പിനെസ്, ഇറ്റ് ഈസ് വൈറ്റാലിറ്റി. വിഷാദത്തിൻ്റെ വിപരീതം സന്തോഷമല്ല, നേരെമറിച്ച് ഊർജ്ജസ്വലതയാണ്. ഈ ഊർജ്ജസ്വലതയ്ക്ക് ആകെ വേണ്ടത് ജീവിതത്തിന് ഒരു പേർപ്പസ് ഉണ്ടായിരിക്കണം എന്നത് മാത്രമാണ്. പല കാരണങ്ങളുടെ പേരിൽ ദുഃഖമോ ദുരിതമോ ഒക്കെ ഉണ്ടാവട്ടെ, അപ്പോഴും ഒരു ലക്ഷ്യം നമ്മുടെ ഉള്ളിൽ കിടന്നിങ്ങനെ തിളയ്ക്കണം. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഊർജ്ജസ്വലരാകുമ്പോൾ വിഷാദത്തിന് അവിടത്തേക്ക് കടന്നു വരാൻ പറ്റില്ല. നമുക്ക് പറ്റുന്ന അബദ്ധം എന്താണ്? എന്തോ വല്ലാത്തൊരു ഡിപ്രഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥയാണ്. വിഷാദത്തിൻ്റെ വാതിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ അതിലൂടെ എല്ലാം കൂടി കലങ്ങി മറിഞ്ഞ് വന്ന് നമ്മളെ അങ്ങ് തളർത്തും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മാനസിക സമ്മർദ്ദം ഉണ്ടാവുമ്പോൾ എന്തിലെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ഞാൻ എൻ്റെ അനുഭവം തന്നെ പറയാം. കാസർഗോഡ് വരാൻ പോകുന്ന ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്ന ഒരു വലിയ പ്രോജക്റ്റ്, ഒരു സ്വപ്നം, ഇത് അനൗൺസ് ചെയ്തോട് കൂടിയിട്ട് കുറേ ഫാൾസ് അലിഗേഷനുമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ഇളകി വന്നത് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ രണ്ട് വഴികളാണ് എൻ്റെ മുന്നിലുണ്ടായിരുന്നത്. ഒന്നുകിൽ എല്ലാം ഉപേക്ഷിച്ച് വിഷാദത്തിലേക്ക് വാടി വീഴാം, അല്ലെങ്കിൽ ലക്ഷ്യം നേടുന്നത് വരെ പടവരുതാം. അവിടെ ഞാൻ എടുത്ത ഒരു തീരുമാനമാണ് ഇന്നിപ്പോൾ ഈ സെപ്റ്റംബർ 10 പൂർവാധികം ഭംഗിയോട് കൂടിയിട്ട് പൂർവാധികം പകിട്ടോടെ കാസർഗോഡിൻ്റെ മണ്ണിൽ കൺസ്ട്രക്ഷൻ തുടങ്ങുവാനുള്ള കാരണമായത്. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് അതേ സോഷ്യൽ മീഡിയയിലൂടെ ജീവിതം എന്നെ എന്ത് പഠിപ്പിച്ചു എന്നൊരു പരമ്പര തുടങ്ങായിരുന്നു. 60 ദിവസം അത് തുടർന്നു. ഓരോ ദിവസവും അതിനു വേണ്ടിയിട്ട് പല പുസ്തകങ്ങളും വീണ്ടും വീണ്ടും വായിച്ചു. പഴയ കാലങ്ങളിൽ ഞാൻ പരാജയപ്പെട്ട സമയത്ത് എങ്ങനെ ഞാൻ എന്നെ സ്വയം ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഓർത്തെടുത്തു. മാതൃഭൂമി ബുക്സ് അത് പുസ്തകം ആക്കാമെന്ന് കൂടി ഏറ്റതോട് കൂടിയിട്ട് എനിക്കൊരു പേർപ്പസായി. നെഗറ്റീവ് കമൻറ്റുകളും പോസ്റ്റുകളും ഞാൻ തുറന്നു നോക്കിയതേയില്ല. അപ്പോൾ എന്തായി? ഡിപ്രഷൻ്റെ വാതിൽ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് കൊട്ടി അടയ്ക്കപ്പെട്ടു. അതാണ് പറഞ്ഞത്, നമ്മുടെ മനസ്സിനെ പോസിറ്റീവാക്കി മാറ്റാൻ നമുക്ക് മാത്രമേ പറ്റൂ. അതിന് ഒരു പർപ്പസ് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. സോ ആൻഡ്രൂ സോളമൻ്റെ വാക്കുകൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു: ദി ഓപ്പോസിറ്റ് ഓഫ് ഡിപ്രഷൻ ഈസ് നോട്ട് ഹാപ്പിനെസ്, ഇറ്റ് ഈസ് വൈറ്റാലിറ്റി ഫോർ എ പർപ്പസ്. ഒരു മാത്ര വെറുതെ നനച്ചുപോയി.